ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ദൈവാസ്തിക്യവും എന്ന വിഷയത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ആർഗ്യുമെൻറ്റ് കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ് എന്നുള്ളതായിരുന്നു. അതായത് ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട്, അത് ഇല്ലാത്ത ഒന്നായിരുന്നു. അബ്സല്യൂട്ട് നത്തിങ്നെസ്സിൽ നിന്നും പ്രപഞ്ചം, ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു തുടക്കക്കാരനുണ്ട്. ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് പണിയെടുക്കാതെ ഒരിക്കലും തന്നെ നത്തിങ്നെസ് എന്തോ ഒന്നായി മാറില്ല, പൂജ്യം വേറെന്തോ ഒന്നായി മാറില്ല എന്ന് പറയുന്ന ആർഗ്യുമെൻ്റ് ആയിരുന്നു കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ഇങ്ങനെ സാധാരണ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ആർഗ്യുമെൻറ്റ് പറഞ്ഞ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഓക്കെ ശരി, സയൻസ് ഇന്ന് പറയുന്നു 13.8 ബില്യൺ ഇയേഴ്സ് ബാക്ക്, ഒരു പക്ഷേ അതിൻ്റെ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം, എനിവേ ഉണ്ടായി വന്നതാണ് പ്രപഞ്ചമെന്ന് പറയുന്നു. പക്ഷേ ശാസ്ത്രം അതിൻ്റെ പഠനങ്ങൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ശാസ്ത്രം വീണ്ടും ഒരുപക്ഷെ കണ്ടെത്തുകയാണ് പ്രപഞ്ചം അനാദിയിൽ നിന്നുണ്ടായതാണ്, അതിങ്ങനെ രൂപമാറ്റം വന്നുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്നാണ് അതിന് പറയാം. രൂപമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അനാദിയിൽ നിന്നുള്ളതാണ് പ്രപഞ്ചം എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റ് ശാസ്ത്രം വീണ്ടും മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റ് കൊണ്ട് വല്ല കാര്യമുണ്ടോ എന്നോട് അദ്ദേഹം ചോദിച്ചു. ആ ചോദ്യം വളരെ റെലവൻ്റാണ്. കാരണം തുടക്കമുണ്ട് എന്ന് പറയുമ്പോൾ മാത്രമാണ്, നത്തിങ്നെസ്സിൽ നിന്നുണ്ടായി വന്നതാണ് എന്ന് പറയുമ്പോൾ മാത്രമാണ് സ്വാഭാവികമായിട്ടും നമുക്കൊരു എക്സ്റ്റേണൽ ഏജൻറ്റ് അതിന് അനിവാര്യമാണ് എന്ന് പറയേണ്ടി വരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിന്, ഈ മെറ്റീരിയൽ വേൾഡിന് അങ്ങനെ അനാദിയിൽ നിന്ന് ആരംഭിക്കുക എന്നുള്ളത് ബുദ്ധിപരമായി സാധ്യമാണോ? സാധ്യമല്ല എന്ന് പറയുന്ന ആർഗ്യുമെൻ്റാണ് ഡിപ്പെൻഡൻസി ആർഗ്യുമെൻറ്റ്. ഒരുപക്ഷെ നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്ന സെഷനുകളിൽ ഏറ്റവും മനസ്സിലാക്കാൻ കുറച്ചൊരു പ്രയാസമുള്ള എന്നാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ് ഡിപ്പെൻഡൻസി ആർഗ്യുമെൻറ്റ്. അതുകൊണ്ട് നിങ്ങൾ ഫുൾ അറ്റൻറ്റീവായിട്ട് ഈ കാര്യം ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവൂ. ഇത് പറയുന്ന സമയത്ത് ചില വേർഡുകൾ തുടക്കത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് അറിയാത്തതുണ്ടായിരിക്കും. പക്ഷേ ഓരോരുത്തർക്കും അത് ഡൈജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ട് മാത്രമേ ഈ സെഷൻ അവസാനിക്കൂ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രപഞ്ചം ഒരു യാഥാർത്ഥ്യമാണ് എന്ന കാര്യം അംഗീകരിക്കുന്ന ആളുകളോട് മാത്രമേ നമുക്ക് സമ്മതിക്കാൻ സാധിക്കൂ. ഈ പ്രപഞ്ചം തന്നെയും മായയാണ് എന്ന് പറയുന്ന ആളുകളോട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പടച്ചവനുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഈ പ്രപഞ്ചത്തിൽ ഞാനും നിങ്ങളും, ഇവിടെയുള്ള സംവിധാനങ്ങളും, മരവും വെളിച്ചവും പൂവും പൂമ്പാറ്റയും ഒക്കെ യാഥാർത്ഥ്യമാണ്. സൂര്യനും ചന്ദ്രനും ഈ പറയുന്ന ഗാലക്സികളും നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ അടുത്താണ് നമ്മൾ സംസാരിക്കുന്നത്. രണ്ടാമതായിട്ടുള്ള ഇതിൽ ഈ ഒരു ആർഗ്യുമെൻറ്റ് പറയുമ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ പറയുന്ന പോയിന്റ്, ഈ പ്രപഞ്ചത്തിലെ എന്ത് സാധനമായിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരുപാട് പേരുകൾ പരാമർശിച്ചു, മരം, വെള്ളം, വെളിച്ചം, ഞാൻ, നിങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, പല പ്രപഞ്ചത്തിൻ്റെ ഘടകങ്ങളായി ഇവിടെയുള്ള പലതിൻ്റെയും പേരുകൾ നമ്മൾ പറഞ്ഞു. ഇങ്ങനെ പ്രപഞ്ചത്തിൽ പേരിട്ട് വിളിക്കാൻ പറ്റുന്ന എന്ത് സാധനവും അത് അതിൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടി, അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, അതിൻ്റെ ഉണ്മക്ക് വേണ്ടി മറ്റനേകം ഭൗതികമായ കാര്യങ്ങളെ, ഘടകങ്ങളെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ മുമ്പിൽ ഒരു ലാപ്ടോപ്പ് ഇരിക്കുന്നുണ്ട്. ഈ ലാപ്ടോപ്പ് ഇത് ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളൊരു സാധനമാണ്, ഇവിടെ ഉള്ളൊരു മെറ്റീരിയലാണ്, ഒരു ഒബ്ജക്റ്റാണ്. ഈ ലാപ്ടോപ്പ് ഇവിടെ ഇരിക്കുമ്പം ഇതിവിടെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് മറ്റനേകം ഭൗതിക ഘടകങ്ങൾ അത് ആശ്രയിക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഈ ലാപ്ടോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റൽ, അതിന് ചില സ്റ്റീലിൻ്റെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതിൻ്റെ ചില ഭാഗത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ചില മെറ്റീരിയൽസിന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അത് ആശ്രയിച്ചിട്ടുണ്ട്. ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഹാർഡ്വെയർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനീയറിനെ അത് ആശ്രയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നുണ്ട്, ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെ അത് ആശ്രയിച്ചിട്ടുണ്ട്. ഇതിവിടെ നിലനിൽക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, ചെറിയൊരു സ്ഥലം അതിനുണ്ടെങ്കിൽ മാത്രമേ ഇതിവിടെ നിൽക്കാൻ കഴിയുള്ളൂ, അതിനത് ആശ്രയിച്ചിട്ടുണ്ട്. അനേകം ഘടകങ്ങളെ, ഭൗതികമായ ഘടകങ്ങളെ ആശ്രയിച്ചിട്ട് മാത്രമാണ് എൻ്റെ മുമ്പിലുള്ള ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യം ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാനെന്ന വ്യക്തി ഇവിടെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, നിങ്ങളിവിടെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെയും നമ്മളുടെ നിലനിൽപ്പ് മറ്റനേകം സാധനങ്ങളെ, മറ്റനേകം ഭൗതിക വസ്തുക്കളെ ആശ്രയിച്ചിട്ട് മാത്രമാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഞാനെന്ന വ്യക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മയും ബാപ്പയും ആശ്രയിച്ചിട്ടുണ്ട്, ഞാൻ വളരാൻ വേണ്ടി ഭക്ഷണത്തിനെ ആശ്രയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഞാൻ പഠിക്കാൻ വേണ്ടി സ്കൂളിനെ ആശ്രയിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഒരു എക്സിസ്റ്റൻസ് ഇവിടെ സാധ്യമാകുന്നിടത്ത് അനേകം ഘടകങ്ങളെ ഞാൻ ആശ്രയിച്ചിട്ട് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്. പ്രപഞ്ചത്തിലെ ഓരോ സാധനവും അങ്ങനെയാണ്. ഇപ്പം നിങ്ങൾ സൂര്യനെ എടുത്ത് നോക്കൂ. സൂര്യൻ എന്ന് പറയുന്ന വലിയൊരു ഗോളം, അത് നിലനിൽക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, അതിൻ്റെ ഒരു ഡയമെൻഷൻ അത് ആശ്രയിക്കുന്നുണ്ട്, നിലനിൽക്കുന്ന ഒരു സമയത്തിനെ അത് ആശ്രയിക്കുന്നുണ്ട്. അത് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് ഹീലിയത്തിലൂടെയാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ ഹീലിയത്തിനെ അത് ആശ്രയിക്കുന്നുണ്ട്.
അത് അതിൻ്റേതായിട്ടുള്ളൊരു ഓർബിറ്റിനെ ഒരു പക്ഷേ അത് ആശ്രയിക്കുന്നുണ്ട്, മറ്റനേകം ഗ്രഹങ്ങളെ. അങ്ങനെ അതിൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട്, നിലനിൽപ്പിന് വേണ്ടിയിട്ട് മറ്റനേകം ഭൗതിക ഘടകങ്ങളെ, പ്രപഞ്ചത്തിൻ്റെ തന്നെ ഭാഗമായ മറ്റനേകം ഭൗതിക ഘടകങ്ങളെ ആശ്രയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രപഞ്ചത്തിലെ എന്തെങ്കിലും ഒരു സാധനം, അങ്ങനെ പേരിട്ട് വിളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് മറ്റൊന്നിനെയും ഒരു നിലക്കും ആശ്രയിക്കുന്നതായിട്ടില്ല എന്ന് പറയാൻ പറ്റി എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ പേരിട്ട് വിളിക്കാൻ സാധിക്കുമോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെയും നാലാമത്തെയും പോയിന്റ് മനസ്സിലാവാൻ തുടക്കത്തിൽ അതിൻ്റെ പേര് കേൾക്കുമ്പോൾ ഇച്ചിരി പ്രയാസം ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്കുണ്ടായിരിക്കും. നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾക്ക് അടുത്തൊരു ഉദാഹരണം പറയുന്നതോട് കൂടിയിട്ട് അതെല്ലാം മനസ്സിലാവും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ ഓഫ് ഡിപ്പെൻഡൻസി, ആശ്രിതത്വത്തിൻ്റെ ശൃംഖല കനോട്ട് ബി ഇൻഫിനിറ്റ്. അതൊരിക്കലും തന്നെ അനാദിയിലേക്ക് പോകാൻ സാധിക്കുന്ന ഒന്നല്ല. ആശ്രിതത്വത്തിൻ്റെ ശൃംഖല, അതായത് ഒന്ന് മറ്റൊന്നിനെ ആശ്രയിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ശൃംഖല ഒരിക്കലും തന്നെ ഇൻഫൈനൈറ്റ് ആവാൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ പോയിന്റ് എത്രത്തോളം എല്ലാവർക്കും മനസ്സിലായെന്ന് എനിക്കറിയില്ല. പക്ഷെ തൽക്കാലം അതവിടെ ഒരു പോയിൻ്റായിട്ട് നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെച്ചാൽ മാത്രം മതി. ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു തിയറി ഞാൻ പറയാം. എൻ്റെ പേര് ഇൻഫിനിറ്റ് റിഗ്രഷൻ, തിയറി ഓഫ് ഇൻഫിനിറ്റ് റിഗ്രഷൻ ആണ്. ചെറിയൊരു ഉദാഹരണത്തിലൂടെ ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ഒരു ചിത്രം കാണുന്നുണ്ട്. എന്താണ് ചിത്രം? ഒരു വലിയ ക്യൂ ആണ് അല്ലേ? ഒരുപാട് മനുഷ്യരിങ്ങനെ വരിക്ക് നിൽക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ആ ക്യൂക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ അറ്റം കാണുന്നില്ല. വലിയ നീണ്ട ഒരു വരിയാണ്, അറ്റം കാണാത്ത നീണ്ട ഒരു വരി. അതിൻ്റെ ഈ അറ്റത്ത്, കാണുന്ന ഈ അറ്റത്ത് ഞാനെന്ന വ്യക്തിയുണ്ട് എന്ന് വിചാരിക്കൂ. ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് ഒരു 10 രൂപ വേണം. എനിക്ക് ഒരു 10 രൂപ വേണം. പക്ഷേ എൻ്റെ കയ്യിൽ എന്തില്ല? 10 രൂപ ഇല്ല. 10 രൂപയ്ക്ക് വേണ്ടി ഞാൻ തൊട്ടടുത്ത ആളോട് ചോദിച്ചു, നിങ്ങൾ എനിക്ക് 10 രൂപ തരുമെന്ന് വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ കയ്യിലുമില്ല, ഞാൻ തൊട്ടടുത്ത ആളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ 10 രൂപ എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ തൊട്ട് മുമ്പത്തെ ആളെ ആശ്രയിച്ചു, ഡിപ്പെൻഡ് ചെയ്തു. പക്ഷേ അയാളുടെ കയ്യിലില്ലാത്തതുകൊണ്ട് അയാളുടെ മുമ്പത്തെ ആളെ ആശ്രയിക്കേണ്ടി വന്നു. പക്ഷേ അയാളുടെ അടുത്തും എന്തില്ല? ഈ 10 രൂപ ഇല്ല. അപ്പോൾ അയാളുടെ മുമ്പത്തെ ആളോട് ചോദിക്കേണ്ടി വന്നു, അയാളുടെ മുമ്പത്തെ ആളോട് ചോദിക്കേണ്ടി വന്നു. പക്ഷേ അയാളുടെ അടുത്തൊന്നുമില്ല. ഇങ്ങനെ ആശ്രയിക്കുന്ന ഈ ചെയിൻ, തൊട്ട് മുമ്പത്തെ ആൾ 10 രൂപയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്ന ഈ ചെയിൻ ഇൻഫിനിറ്റ് ആണ് എന്ന് വിചാരിക്കൂ. അതായത് അറ്റമില്ലാത്തതാണ് എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും കാലത്ത് എനിക്ക് 10 രൂപ കിട്ടുമോ? എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് 10 രൂപ കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. ഒരു ഉദാഹരണം എന്നുള്ളത് പറഞ്ഞതാണ്. ഒരിക്കലും തന്നെ മനുഷ്യന്മാരുടെ എണ്ണം ഇൻഫിനിറ്റ് അല്ല. പക്ഷേ ഒരു ഉദാഹരണം മനസ്സിലാൻ വേണ്ടി പറഞ്ഞു മാത്രം. ഒരു നിലക്കും എനിക്ക് 10 രൂപ ഒരു കാലത്തും കിട്ടില്ല, എത്ര കാലം കഴിഞ്ഞാലും കിട്ടില്ല. പക്ഷേ എനിക്ക് 10 രൂപ കിട്ടി. ഞാനിങ്ങനെ ചോദിച്ചു, അയാളെ മുമ്പത്തെ ആളോട് ചോദിച്ചു. പക്ഷേ ആ പ്രോസസ്സിലൂടെ എനിക്കൊരു 10 രൂപ കിട്ടി എങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്ന് മാത്രമാണ്. എന്താണ്? ഈ ചെയിൻ എന്തല്ല? ഇൻഫിനിറ്റ് അല്ല. ഈ ചോദ്യം ചോദിക്കൽ എവിടെയോ പോയി അവസാനിക്കുന്നുണ്ട്. ഈ ആശ്രിതത്വത്തിൻ്റെ ശൃംഖല ഏതോ ഒരു പോയിന്റിൽ പോയി അവസാനിക്കുന്നുണ്ട്. ആ പോയിന്റിൻ്റെ പ്രത്യേകത എന്താ? ആ പോയിന്റിൻ്റെ പ്രത്യേകത 10 രൂപയ്ക്ക് വേണ്ടി മറ്റൊരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്ത, മുമ്പത്തെ ആളോട് ചോദിക്കേണ്ടതില്ലാതെ സ്വയം പോക്കറ്റിൽ നിന്ന് എടുത്തു തരാൻ പറ്റിയ ഏതോ ഒരു മഹാൻ ഈ ശൃംഖലയിൽ എവിടെയോ ഉണ്ട്. അയാളിൽ പോയി ചോദ്യം അവസാനിച്ചിട്ടുണ്ട്. എന്നാൽ മാത്രമേ എൻ്റെ കയ്യിലുള്ള 10 രൂപയെ വിശദീകരിക്കാൻ സാധിക്കൂ. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അയാൾ എവിടെയാണെന്നോ, അയാളുടെ ഷർട്ടിൻ്റെ നിറം എന്താണെന്നോ, അയാൾ ഏത് രാജ്യക്കാരനാണെന്നോ, അയാൾ ആണാണെന്നോ പെണ്ണാണെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനത്തെ ഒരാളുണ്ടായിരിക്കണം. 10 രൂപയ്ക്ക് വേണ്ടി വേറൊരാൾ ആശ്രയിക്കേണ്ടതില്ലാത്ത ഒരാൾ ഈ ചെയിനിൽ എവിടെയോ ഉണ്ട്, അയാളിൽ പോയി ചോദ്യം അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളത് അയാളെ കാണാതെ തന്നെ അറിയാതെ തന്നെ പറയാൻ എനിക്ക് സാധിക്കും. അത് ബുദ്ധിപരമായ അനിവാര്യതയാണ്. ഈ ഉദാഹരണം മനസ്സിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ എക്സിസ്റ്റൻസിലേക്ക് നിങ്ങളതിനെ ചേർത്ത് വായിക്കും. ഞാനിവിടെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ പലതിനെയും ആശ്രയിക്കുന്നുണ്ട്. അത് മൾട്ടി ഡയമെൻഷണൽ ഡിപ്പെൻഡൻസിയാണ്. പലതിനെയും പല നിലക്ക് ആശ്രയിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു നേർരേഖാ ഡിപ്പെൻഡൻസിയെ, ഒരു ലീനിയർ ഡിപ്പെൻഡൻസിയെ ഞാൻ തൽക്കാലം ഉദാഹരിക്കാം. ഞാനിവിടെ ഉണ്ടായത് എൻ്റെ ഉമ്മയും വാപ്പയും അവരിലൂടെയാണ് ഞാനിവിടെ ഉണ്ടായത്. അവരെങ്ങനെ ഉണ്ടായി? അവരുടെ ഉമ്മയും വാപ്പയിലൂടെ ഉണ്ടായി. അവർ അതിൻ്റെ മുമ്പത്തെ എന്ന് പറഞ്ഞ് ട്രേസ് ചെയ്ത് തൽക്കാലം നമ്മളൊരു വാദഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ എവല്യൂഷനൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പ് ചിമ്പാൻസി, മങ്കി, പിന്നെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, ബഹുകോശ ജീവികൾ, ഏകകോശ ജീവികൾ, അചേതനമായ ഇനോർഗാനിക് മെറ്റീരിയൽസ്, പിന്നെ ഭൂമിയോട് നിന്ന് വന്നു, അതൊരു സെലസ്റ്റിയൽ ബോഡി പൊട്ടിയിട്ട് വന്നു, അത് മറ്റൊരു സെലസ്റ്റിയൽ ബോഡിക്ക് രൂപമാറ്റം വന്നിട്ട് വന്നു, അത് വേറൊരു സെലസ്റ്റിയൽ ബോഡി പൊട്ടിയിട്ട് വന്നു, അത് അതിൻ്റെ മുമ്പത്തെ ഒരു സാധനത്തിൽ നിന്ന് വന്നു, അത് അതിൻ്റെ എന്ന് പറയുന്ന ശൃംഖല ഇൻഫൈനൈറ്റ് ആണ് എങ്കിൽ, അറ്റമില്ലാത്തതാണ് എങ്കിൽ, അതിൻ്റെ അർത്ഥം ഞാനിവിടെ
ഇല്ല എന്നാണ്. പക്ഷെ ഞാനിവിടെ ഉണ്ട് എങ്കിൽ, ഞാനൊരു യാഥാർത്ഥ്യമായിട്ട് ഇവിടെ ഉണ്ട് എങ്കിൽ, ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചെയിൻ ഒരിക്കലും തന്നെ ഇൻഫൈനൈറ്റ് അല്ല. അതിനൊരു ഫൈനൈറ്റ് എൻഡിങ് ഉണ്ട്, അതിനൊരു അറ്റമുണ്ട്. ആ അറ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? സ്വന്തം എക്സിസ്റ്റൻസിന് വേണ്ടി, ഞാൻ എൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടി ഓരോന്നിനും ഡിപ്പെൻഡ് ചെയ്ത കഥ പറഞ്ഞല്ലോ. പക്ഷേ ഈ അറ്റത്തിൻ്റെ പ്രത്യേകത എന്താ? സ്വന്തം എക്സിസ്റ്റൻസിന് വേണ്ടി, അങ്ങനെ ഒരു സ്വത്വം നിലനിൽക്കുന്നതിന് വേണ്ടി മറ്റൊന്നിനെയും ഒരു നിലക്കും ആശ്രയിക്കേണ്ടതില്ലാത്ത ഒരു എക്സിസ്റ്റൻസ്. എന്നാൽ അതിനെ ബാക്കിയുള്ളത് അത് ആശ്രയിക്കുക, ബാക്കിയുള്ള സാധനങ്ങളൊക്കെയും അതിനെ ആശ്രയിക്കുന്നു. അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവൽ ബുദ്ധിപരമായ അനിവാര്യതയാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂറത്തുൽ ഇഖ്ലാസ്, കുൽ ഹുവല്ലാഹു അഹദ്, നബിയെ താങ്കൾ പറയണം അള്ളാഹു ഏകനാകുന്നു, അള്ളാഹു സ്വമദാകുന്നു. ഞാനവിടെ സമദിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്വമദ് നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാവും. എല്ലാത്തിനാലും ആശ്രയിക്കപ്പെടുന്നതും എന്നാൽ മറ്റൊന്നിനെയും തിരിച്ചാശ്രയിക്കേണ്ടതില്ലാത്ത ഒരു എക്സിസ്റ്റൻസ്. അങ്ങനെയാണ് ഖുർആൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹു സ്വയം അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. എല്ലാത്തിനാലും ആശ്രയിക്കപ്പെടുകയും എന്നാൽ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മറ്റൊന്നിനെയും ഒരു നിലക്കും ആശ്രയിക്കേണ്ടതില്ലാത്തതുമായ ഒരു എക്സിസ്റ്റൻസ്. അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവൽ ബുദ്ധിപരമായ അനിവാര്യതയാണ്. അങ്ങനെയല്ലാതെ ഒരിക്കലും ഞാനിവിടെ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ എക്സിസ്റ്റൻസ് വിശദീകരിക്കണമെങ്കിൽ എന്ന് വേണ്ട, ഇവിടുത്തെ ഒരു മണൽത്തരിയുടെ സാന്നിധ്യത്തെ പോലും വിശദീകരിക്കണമെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അത് ഈ ഡിപ്പെൻഡ് ചെയ്ത് എന്ന് പറയുന്ന ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ, ഇതിനൊരു ടെർമിനൽ പോയിൻ്റ് ഉണ്ടാവണം. അതെന്താണ്? മറ്റൊന്നിനെയും ഒരു നിലക്കും ആശ്രയിക്കുന്നില്ലാത്ത എന്നാൽ ബാക്കിയുള്ളതിനാൽ ആശ്രയിക്കപ്പെടുന്ന ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവൽ അനിവാര്യമാണ്. അതായത് സ്വമതായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവൽ അനിവാര്യമാണ്. അതാണ് ഖുർആനിൽ വളരെ സുന്ദരമായി അള്ളാഹു സ്വമദ് എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് ബുദ്ധിപരമായ അനിവാര്യതയാണ്. അതില്ലാതെ ഒരിക്കലും തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു പുൽക്കൊടിയുടെ സാന്നിധ്യത്തെ പോലും വിശദീകരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഈ ആർഗ്യുമെൻ്റാണ് ഡിപ്പെൻഡൻസി ആർഗ്യുമെൻറ്റ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സെഷൻ ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം ബാക്കി ആർഗ്യുമെൻറ്റ്സ്. അസ്സലാമു അലൈക്കും.